മാങ്കൂട്ടത്തിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും MLA സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ സംസാരം മുഴുവൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി CPM-ഉം BJP-യും പ്രതിഷേധം തുടരുന്നു. MLA-യുടെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചും ഒഴിവാക്കി. രാഹുലിന്റെ വീടിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. എന്നാൽ രാജി ആവശ്യം കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയാണ്. LDF MLA-മാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എല്ലാം പുകമറ മാത്രമാണെന്നും രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും പാലക്കാട് MP VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. അദ്ദേഹം പാലക്കാട് MLA ആണ്, കേരള നിയമസഭയിലെ മെമ്പറാണ്. ആ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുകമറ ഉണ്ടായപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു, രാജിവെച്ചു. നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും VK ശ്രീകണ്ഠനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തീർച്ചയായിട്ടും പാർട്ടി അത് ആലോചിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി ഒപ്പം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. അനുമോദ്, സംസ്ഥാന വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസും BJP-യും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം പാലക്കാട് മണ്ഡലത്തിൽ എങ്ങനെ ഇത് പ്രകടമാകുന്നു എന്നതാണ്. ഇന്നലെ തന്നെ BJP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം തുടങ്ങി. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. ഒപ്പം മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് പ്രഖ്യാപനം തന്നെ. എങ്ങനെയാണ് മണ്ഡലത്തിൽ ഈ പ്രശ്നങ്ങളെ, രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കോൺഗ്രസ് അടക്കം പ്രതിരോധിക്കുന്നത്? ശ്രീജ, പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് തന്നെ ഇന്നും ഉയരുമെന്ന് വ്യക്തമാണ്. BJP വിക്ടോറിയ കോളേജിന് മുമ്പിൽ മാസ് റിയാക്ഷൻ ആണ് അവർ സംഘടിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് കോലം വെച്ച് അതിൻ്റെ മുഖത്തടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷവും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയത്തിൽ SFIയുടെ മാർച്ചുണ്ട്. ഒരുപക്ഷെ ആ വിഷയത്തേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാകും SFIയുടെ മാർച്ചിൽ ഇന്ന് ഉന്നയിക്കപ്പെടുക. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് ഇന്ന് VK ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉയരുന്നതെല്ലാം പുകമറയാണ്, രാഷ്ട്രീയമായിട്ട് രാഹുലിനെ വേട്ടയാടലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ നിയമപരമായിട്ടൊരു പരാതിയും എവിടെയും എത്തിയിട്ടില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. മുൻപും ഇടതുപക്ഷ MLA-മാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ എന്താണ് അവർ ചെയ്തതെന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് മാത്രമാണ് കർണാടകയിൽ MP സ്ഥാനം രാജിവെക്കാൻ BJP-യുടെ നേതാവ് തയ്യാറായതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു തരത്തിലും ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ രാഹുലിനെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിർത്തിയല്ല പ്രതിരോധിക്കേണ്ടതെന്ന സന്ദേശം കൂടിയാണ് VK ശ്രീകണ്ഠൻ മുന്നോട്ട് വെച്ചത്. BJP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ ബഹിഷ്കരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം P. സരിൻ DYFI രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാ കാലത്തും ഉയരുന്ന ആക്ഷേപങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെ കൂടുതലായിട്ട് പ്രതിരോധിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ പറഞ്ഞത്. DYFIയുടെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കണ്ടതാണ്. അപ്പോൾ അതിനെയൊന്നും കാര്യമാക്കുന്നില്ല. ഇപ്പോൾ മന്ത്രി V. ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയുമെല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്.
കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ പിണറായി എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ഞങ്ങളാരും ബഹുമാനപ്പെട്ട ശ്രീ കെ കരുണാകരനെയോ ശ്രീ എ കെ ആന്റണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒന്നും തന്നെ ഇത്തരം ബഹുമാനം ഇല്ലാത്ത പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ നിലയിൽ സംസാരിക്കാറില്ല. അസംബ്ലിയിലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു അടി മാഞ്ഞു പോകും, പക്ഷെ ഒരു വാക്കുമായില്ല. അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ തരംതാണ നിലയിലുള്ള പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ്, രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ്. എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ് ഒന്നാം പിണറായി ഗവൺമെന്റിനെതിരെയും രണ്ടാം പിണറായി ഗവൺമെന്റിനെതിരെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉന്നയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ശ്രീമതി സരിതയെ സംബന്ധിച്ചിടത്തോളം. ആ സഹോദരി ഇന്ന് അതീവ ഗൗരവമുള്ള രോഗം ബാധിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ, കേരളത്തിന് പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. യഥാർത്ഥത്തിൽ അന്ന് അവരുടെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികളുടെ പേരിൽ ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ, അറിയാമല്ലോ. വ്യക്തികളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. മിനിമം അവരുടെ ആശുപത്രി ചെലവെങ്കിലും കൊടുക്കാനുള്ള ഒരു മാന്യത ഇപ്പോഴെങ്കിലും കാണിക്കേണ്ടതാണ്. അതൊക്കെ ഒരു മനുഷ്യസഹജമായി ചെയ്യേണ്ട കാര്യമല്ലേ, ഒരു ആശുപത്രി ചെലവ്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം അവർക്കുണ്ട്. ഈ കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കാര്യം കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഒരു രീതി ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. അതായത് പണ്ട് ഞാനൊക്കെ SFI ഉണ്ടായിരുന്നപ്പോൾ KSUവിന്റെ ഒരു നേതാവ് ഈ തന്തൂരി അടുപ്പ്, നിങ്ങളുടെ തന്തൂരി അടുപ്പ് ഡൽഹിയിൽ, അതിലൊരു കുട്ടിയെ ഇട്ട് ചുട്ട കഥ ഉണ്ടല്ലോ. ആ കഥ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ചരിത്രം എഴുതിയാൽ ഇത്തരം ചരിത്രങ്ങൾക്കായിരിക്കും മുൻപന്തി നിൽക്കുന്നത്. എന്നിട്ട് വലിയ വായിൽ വലിയ അഭിമാനവും സംസ്കാരവും എല്ലാം പറഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ്. ഇന്നലെ ആ ശബ്ദരേഖയെല്ലാം കേൾക്കുമ്പോൾ, ശബ്ദരേഖ നമ്മൾ കേട്ടതാണല്ലോ. ഒരു പെൺകുട്ടിയും ഈ മാങ്കൂട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖ കേട്ടല്ലോ. നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഇങ്ങനൊരു ശബ്ദരേഖ കേട്ടിട്ടുണ്ട്. ഭാഗ്യമാണ്.